ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഉഴുന്നൊക്കെ നമ്മൾ ഇതുപോലെ ബോട്ടിലിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരുപാട് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് അത് പൂത്തു പോകുന്ന ഒരു പ്രശ്നമൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വെളുത്തുള്ളിയുടെ ആ തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ തൊലിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കേടുകൂടാതെ തന്നെ എത്ര ദിവസം വേണേലും ഇതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ തീപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ തീപ്പെട്ടിയൊക്കെ ഇപ്പോൾ ഈ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് തണുത്തിരിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. അപ്പോൾ ആ സമയത്ത് അത് കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പൗഡർ എടുത്തതിന് ശേഷം ഇത് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ തീപ്പെട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ടും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കത്തും കേട്ടോ. അപ്പോൾ ഈ നനഞ്ഞിരിക്കുന്ന തീപ്പെട്ടിയൊക്കെ കത്താനായിട്ടുള്ള ആ ഒരു പ്രയാസം നമുക്ക് ഒഴിവാകുന്നതാണ്. ഇനി നമ്മൾ ഈ തീപ്പെട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ ആ മരുന്ന് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പൗഡറിൽ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ മുക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കത്തി കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നനഞ്ഞിരിക്കുന്ന ഈ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പപ്പായയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ ഈ പപ്പായയുടെ ഇല ഇതുപോലെ ഒന്ന് പിച്ചിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് സിങ്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ ഒച്ചിൻ്റെയൊക്കെ ശല്യമൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ മിക്സി ജാറിലേക്ക് പപ്പായയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് അളവിലാണ് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു ബോട്ടിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇതെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ സിങ്കൊക്കെ രാത്രി നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ വരുന്ന പ്രാണികളുടെ ശല്യം അതുപോലെ തന്നെ ആ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒച്ചിൻ്റെ ശല്യമുള്ള ഭാഗങ്ങളിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ആ ശല്യവും നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തംബ്നെയിലിൽ കാണിച്ച പോലെ തന്നെ നമ്മളുടെ പപ്പായയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പപ്പായയില ഞാനൊന്ന് ഇങ്ങനെ ചെറിയ പീസുകളായിട്ടൊന്ന് പിച്ചി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഇടികല്ലിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ഇത് പിച്ചിയതിന് ശേഷം നമ്മൾ ഒരു ഇടികല്ലിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെയല്ല. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ഇടികല്ലിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഈ ടിപ്പ് ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ കൊതുക് കടിച്ചാൽ നന്നായിട്ട് അലർജി പോലെ വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വലിയ ആളുകൾക്ക് അതുപോലെ വളങ്കടി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ കൊതുക് കടിച്ച അലർജി മാറ്റാനും അതുപോലെ തന്നെ വളങ്കടിയുടെ പ്രശ്നങ്ങൾ മാറ്റാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ നമ്മളുടെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പപ്പായയുടെ ഇല ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ.
ഇത് നന്നായിട്ട് തന്നെ ഇതിവിടെ കളറൊക്കെ മാറി ഒരു ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇതേ നമ്മളുടെ എണ്ണയുടെ കളറൊക്കെ മാറി നല്ല ഗ്രീൻ കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിതൊന്നിവിടെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അലർജിയും വള്ളംകടിയൊക്കെ മാറ്റാനായിട്ടുള്ള നല്ല കിടിലൻ ഓയിൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ അലർജി ഉള്ളത് ആ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ നമ്മളുടെ മക്കൾക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതാണ് കേട്ടോ. ഓരോ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇനി കൊതുകൊക്കെ കടിച്ച് ഇങ്ങനെ തണർത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.